അപ്പോൾ ഇന്ന് 4 മണിക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളൊരു വ്ളോഗാട്ടത്. രാവിലെ വെച്ച ചോറും കാര്യങ്ങളൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റി അതൊക്കെ ഒന്ന് മൂടി വയ്ക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഇനി ഈ ചോറ് രാത്രി എടുക്കാമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ വെണ്ണീരും കാര്യങ്ങളൊക്കെ വാരി ഒഴിവാക്കുകയാണ്. വെണ്ണീര് രാവിലെ വാരണമെന്നില്ല, വൈകുന്നേരം വാരണമെന്നില്ല. പക്ഷേ ഈ റബ്ബർ വർഗ്ഗമായതൊന്ന് വേഗം വെണ്ണീരാവും. അപ്പോൾ അതൊക്കെ വാരി ഓലക്കൊടിയൊക്കെ പിടിപ്പിച്ച് തീയൊക്കെ കത്തിക്കുകയാണ്. റബ്ബർ വർഗ്ഗമായതുകൊണ്ട് തന്നെ തീയൊക്കെ വേഗം കത്തിപ്പോകും. അതിനുശേഷം പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രകൃതിയായിട്ടുള്ള പണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ പണിയേറി വരാനായിട്ടുണ്ട്. അമ്മയ്ക്ക് തൊഴിലുറപ്പാണ്. അപ്പോൾ പണിയേറി വരാനാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കേണ്ടി എഴുതി അങ്ങനെ ഒരുക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് മടിയാകുമല്ലോ എല്ലാ പണിയെടുക്കാനും. അപ്പോൾ അതേപോലെ തന്നെ ഞാനും കേട്ടോ. എന്നാൽ പണിയെടുക്കാത്ത കാണൊന്നുമില്ല, എന്നാലും ഒരു മടി അത്രേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുങ്ങി കണ്ടാൽ അമ്മയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ എഴുതിയാണ് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ വേഗം ഒരുക്കുകയാണ്. ചീത്തയും കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ, പണിയെടുക്കാത്തതിന് ചീത്തയൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെ അടിക്കലും വാരലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത പരിപാടി ചായക്ക് വെള്ളം വെക്കണം, പാത്രം മോറണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അലക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും ചായക്കൊക്കെ ഞാൻ വെള്ളം വെച്ച് പോന്നു കേട്ടോ. അപ്പോൾ തന്നെ ചായയും കാര്യങ്ങളൊക്കെ തിളച്ച് ഈ ചായക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വേഗം തന്നെ കുറേ കളിപ്പാട്ടങ്ങൾ പരത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊറുക്കി വയ്ക്കുന്ന പണിയാണ് പിന്നുള്ളത്. ഈ ഒരു കളിപ്പാട്ടം പൊറുക്കി ഭ്രാന്ത് പിടിക്കും. ഇതൊന്നായിട്ടോ ലാറുണ്ട്, കുറേ ഒളിപ്പിച്ചൊക്കെയാണ്. എന്നിട്ട് പിന്നെ ഞാൻ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചായ അടിക്കാറോ ഇങ്ങനെ കരുതി നിൽക്കുകയാണ്. അപ്പോഴേക്കുണ്ട് അമ്മ വരുന്നു. അമ്മ പണിയേറി വന്നു. അപ്പോൾ അമ്മ എന്തോ കൊണ്ടുവന്നിരുന്നു. 4 മണിക്ക് അമ്മയ്ക്ക് എന്തോ കടി കിട്ടിയപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. അമ്മ വരുമ്പോൾ ചോദിക്കുമല്ലോ, അമ്മമ്മ എന്താ കൊണ്ടുവന്നത് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ അടിക്കാൻ വേണ്ടി നിൽക്കുക. ഞാനും മോളും മോനും കൂടെ ഇരുന്ന് ചായ അടിക്കാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ എൻ്റെ വീട്ടിലെത്തുമ്പോഴാട്ടോ ഞാൻ ചായയൊക്കെ കുടിക്കൽ. കാരണം അങ്ങനെ കുടിക്കുമ്പോൾ ഒരു രസമാണല്ലോ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുടിക്കുമ്പോൾ. പിന്നെ ഏട്ടൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ തന്നെയാണ് ഒക്കെ എടുക്കുക. ചായ കടിയൊക്കെ ഉണ്ടാക്കിയാലും ഒക്കെ എല്ലാ പണികളാകുമ്പോൾ എനിക്ക് തന്നെ കുടിക്കാൻ വലിയ മൂടും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ചായ അടിക്കാനൊക്കെ ചിലപ്പോൾ മറക്കും. പിന്നെ ചായയോട് വലിയ താല്പര്യമല്ല. ഇവിടെ എത്തുമ്പോൾ മാത്രമേ ചായയോട് താല്പര്യം ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കുമ്പോൾ അതൊരു വേറൊരു രസമാണല്ലോ. അത്ര തന്നെ ആ ഒരു ഇഷ്ടം കൊണ്ട് കുടിക്കുകയാണ് ഞാൻ ചായ. ചായയിൽ എനിക്കിഷ്ടം കട്ടൻ ചായയല്ല, പാൽ ചായ എനിക്ക് വലിയ ഇഷ്ടമല്ല. കട്ടൻ ചായ കുടിച്ചിട്ട് ചായ കുടിച്ചു എന്നുള്ള ഇതാകും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചെറിയ മോനോട് എന്തൊക്കെയോ കുറുമ്പത്തരം കാണിക്കുന്നുണ്ട് അനിയന്. അപ്പോൾ ഓന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ഓനോട് ഇങ്ങനെ കൊത്തി നിൽക്കുന്നത് വലിയ ഇഷ്ടമാണ്. വലിയ കുറുമ്പനാണ് ഓന്. നമ്മൾ വീട് മൊത്തം കുത്തി പൊളിക്കുന്ന സാധനമാണ്. പറയുക എന്താ പുതിയ വീട് ഉണ്ടാക്കാനാണ്. അങ്ങനെയൊക്കെ ഒരു സൈക്കാണ്. ഞങ്ങളെല്ലാവരും കൂടി ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറ്റടിക്കലുണ്ട്. മുറ്റം അത്ര തോനൊന്നും ഇല്ല അടിക്കാൻ കേട്ടോ. പിന്നെന്താണോ ഈ മഴയാണ്, ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. എന്താ ചെയ്യുക? ഇങ്ങനെ മഴ പെയ്താൽ ഇനി വെള്ളപ്പൊക്കം വരികയാവും. എന്നാണാവോ റെഡ് അലർട്ടൊക്കെ ആവുക. അങ്ങനെ ഏതായാലും മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്. തിന്നുക അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് അവിടെ ഒരുമിച്ച് മൊറാലിച്ച് അടി പിടിച്ച് അങ്ങനെ നിൽക്കും. പിന്നെ മോളും തന്നെ സഹായിക്കാൻ വന്നിട്ടോ. ഞാൻ തന്നെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഓളെ തന്നെ ഓളും കൂടും മോനും കൂടും, രണ്ടാളും കൂടും കേട്ടോ. അപ്പോൾ രണ്ടാളെ സഹായിക്കാൻ വിളിക്കൊന്നും വേണ്ട, ഒരു വന്ന് സഹായിക്കും. അങ്ങനെ പാത്രം മോറലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും നമ്മളെ മക്കളെ അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും രണ്ടാളെ ഇതിൽ ഉൾപ്പെടുത്തണം. ആൺകുട്ടിയാണ് നീ പണിയെടുക്കാൻ പാടില്ലാന്നോ ഒന്നും മാറ്റിയേക്കാൻ പാടില്ല. രണ്ടാളും എടുക്കണം പണികൾ. ഞാനങ്ങനെ പറയാറ് കേട്ടോ.
പിന്നെ അപ്പോൾ തന്നെ വെള്ളം വന്നു. വെള്ളമൊക്കെ പിടിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ്. ഇത് കുറച്ച് അലക്കി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ അമ്മേൻ്റെ കാര്യങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ മാത്രമല്ലേ അലക്കാറുള്ളൂ. അതിന് അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊക്കെ ഒന്ന് അലക്കിയിടുകയാണ്. അങ്ങനെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. കാരണം കുറച്ച് ഉപ്പുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നാൽ വേഗം പൊയ്ക്കോളൂ. അപ്പോഴേക്ക് ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. പിന്നെ ഞാൻ അകത്തേക്ക് വെള്ളം കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി കൊണ്ടുവരികയാണ്. അങ്ങനെ വെള്ളം കൊണ്ടെല്ലാം കഴിഞ്ഞു, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറുണ്ണാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ചോറിനിട്ട് വേണം കളിക്കാൻ പോകാൻ. ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട്, ഞങ്ങളെ ടീമിനെ അങ്ങനെ പൈസയ്ക്ക് വിളിച്ചിരുന്നു, കൈകൊട്ടി കളി സംഘം. അപ്പം ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട്, 26-ാം തീയതിയാണ് ഡാൻസ് പരിപാടി. അപ്പം അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. അപ്പോഴേക്ക് വിശപ്പ് വന്നപ്പോൾ ഞാൻ വേഗം ചോറിന് പോവുകയാണ്. ഇനി വന്നിട്ടും കഴിക്കിട്ടോ, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇവളെന്തോ ചോറിനാണ്, ഞാൻ ചോറ് വേണ്ടങ്ങാണ്ട്. അപ്പോൾ ഓടി ചക്കക്കുരു ഉണ്ട്, അപ്പോൾ അത് വേണം പറഞ്ഞാണ്ട് കുറുമ്പാണിക്ക് ഞങ്ങൾ പോയി കളിക്കാൻ പോട്ടെ കേട്ടോ, വിളിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കുട്ടികളവിടെ സോഡി കളിക്കുന്നുണ്ട്. സോഡി നിങ്ങൾക്കറിയോ ആ ഒരു കളി? അപ്പം അങ്ങനെ അവിടുത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സാബിർ സാർ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് പഠിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാലും എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പറയാൻ. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ആരും നിർബന്ധിക്കണം എന്തിനാ. ഓക്കെ, ബൈ.